തന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നാണ് വൈകാരികമായി അൻവർ ഇപ്പോഴും പ്രതികരിച്ചത്. മത്സരിക്കാൻ ആളുകൾ നിർബന്ധിക്കുകയാണ്. തൊഴിലാളികൾ പൈസയുമായി ഓഫീസിലേക്ക് അടക്കം വരുന്നു. താൻ മത്സരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. സാമ്പത്തികമായ സഹായമടക്കം ചെയ്യാമെന്ന് പറയുന്നുണ്ട് എന്നാണ് PV അൻവർ ഇപ്പോൾ പ്രതികരിച്ചത്. അഷ്കർ അലി ചേരുന്നുണ്ട്. അഷ്കർ, മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു തീരുമാനം ഇപ്പോഴും അൻവർ പറയുന്നില്ല. പക്ഷേ ആ പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് ചിലത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. റോഷ്നി, കൃത്യമായും മത്സരത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാതുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ PV അൻവർ നടത്തിയിരിക്കുന്നത്. രണ്ട് കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് UDF ചർച്ചയ്ക്കില്ല, അല്ലെങ്കിൽ UDF അൻവറുമായുള്ള ചർച്ചയ്ക്കില്ല എന്നുള്ള ആ ദൗത്യം അവസാനിച്ചു എന്നുള്ള വാർത്തയോടുള്ള പ്രതികരണമായിരുന്നു. അതിൽ താൻ ചർച്ചയ്ക്കില്ല എന്നുള്ളത് താൻ തന്നെ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ മറുവിഭാഗം അത് പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. അതോടൊപ്പം തന്നെ UDFിലേക്കുള്ള വാതിൽ സ്ഥിരമായി അടച്ചു എന്നല്ല താൻ പറയുന്നത് എന്നുകൂടി പറയുന്നു. അഥവാ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം UDFുമായി സഹകരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള സൂചന കൂടിയാണ് PV അൻവർ നൽകുന്നത്. തൽക്കാലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താൻ പറഞ്ഞത് ശരിയാണോ ഇല്ലെങ്കിൽ ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയും, 23-ന് കഴിഞ്ഞാൽ അറിയും. അപ്പോൾ അത് കഴിഞ്ഞ് UDFുമായി സഹകരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള സൂചന കൂടി PV അൻവർ നൽകുന്നു. തൽക്കാലത്തേക്ക് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് PV അൻവർ ഇല്ലാതെന്ന് തന്നെ PV അൻവർ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കുന്ന PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിലുള്ള ചില പ്രതികരണങ്ങൾ, അത് മത്സരത്തിൻ്റെ സാധ്യത തള്ളിക്കളയാതെയുള്ള പ്രതികരണങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ PV അൻവർ നടത്തിയിരിക്കുന്നു. അത് പറയുന്നത് സാമ്പത്തികമായും ശേഷിയില്ലാത്തത് കൊണ്ട് താൻ മത്സരിക്കുന്നതില്ല എന്നായിരുന്നു PV അൻവർ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിന് ബദലായി ആ വാർത്താ സമ്മേളനത്തിന് ശേഷം സാമ്പത്തികമായി സഹായിക്കാൻ വാഗ്ദാനം നൽകി പലരും വരുന്നുണ്ട്. അഥവാ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ തന്നെ കൂലി തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും ഒക്കെ തന്നെ ചെറിയ തുകകൾ കൊണ്ടാണെങ്കിൽ പോലും തൃണമൂലിൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്, അൻവറിനെ വിളിക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് PV അൻവർ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം വരുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യാന്ന് പറയാൻ കഴിയില്ല, നമുക്ക് ആലോചിക്കാം എന്നുള്ള ഒരു മറുപടി പറഞ്ഞ അൻവർ ഒഴിഞ്ഞു മാറും. സ്വാഭാവികമായും ഈ ജനങ്ങളുടെ സമ്മർദ്ദം വരുന്നു, ഇല്ലെങ്കിൽ പൊതുസമ്മർദ്ദം വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അൻവർ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യത കൂടിയാണ് ആ അൻവറുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഴിക്കടവിൽ നിന്നും കുറേ ആളുകൾ ചേർന്ന്, കുറേ ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് പണം സമാഹരിച്ച് 5000 രൂപയുമായി തൃണമൂൽ ഓഫീസിലേക്ക് വന്നു. 25,000 രൂപ കൂടി വാഗ്ദാനം ചെയ്തു എന്നാണ് അൻവർ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും കൂലി തൊഴിലാളികളും ഒക്കെ തന്നെ ഇത്തരത്തിൽ ചെറിയ തുകകൾ കൊണ്ടാണെങ്കിലും പണം വാഗ്ദാനം ചെയ്തെത്തുന്നുണ്ട് എന്നുള്ള പ്രതികരണം കൂടി PV അൻവർ നടത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സാമ്പത്തികമായി സഹായം കൊണ്ടുവന്ന് ജനങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ള ഒരു മറു ചോദ്യം PV അൻവർ ഉന്നയിക്കുന്നു. സ്വാഭാവികമായും ആ മറു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് PV അൻവർ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ്. അതാണ് PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഈ അവസാനത്തെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. മത്സരിക്കാനുള്ള സാധ്യത PV അൻവർ ഈ നിമിഷവും തള്ളുന്നില്ല. അപ്പോൾ നിലമ്പൂരിൽ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ഉദ്വേഗത്തിലാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.